ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം തന്നെയാണ്. ഈ പ്രസ്താവന ഉൾക്കൊള്ളാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ പെട്ടു. ഇതൊരു ജഡ്ജ്മെന്റ് ഒന്നുമല്ല, ഇതൊരു വിധി പറയുമ്പോൾ പറയുകയൊന്നുമല്ല. പക്ഷേ ആർക്കെങ്കിലും ഒരു സ്പാർക്ക് ആയെങ്കിൽ, ഒരാൾക്കെങ്കിലും സ്പാർക്ക് ആയെങ്കിൽ സ്പാർക്ക് ആകട്ടെ എന്ന് കരുതിയാണ് അത്രയും വ്യക്തമായി പറഞ്ഞത്. ഇനി നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി, സ്വയം ചിന്തിക്കുക. അത് അപ്പാടെ എടുക്കൂ എന്ന് ഒരിക്കലും പറയുന്നില്ല. അത് സ്വയം ചിന്തിക്കുക. മറ്റെന്തെല്ലാം സ്ഥാനമാനങ്ങൾ നേടിയിട്ടും, അത് കലാ, കായിക, ഔദ്യോഗിക പദവി, സംഘടനാ പദവികൾ എന്തു തന്നെയാകട്ടെ, എന്തെല്ലാം നേടിയിട്ടും അവനവനും അവനവനെ ആശ്രയിക്കുന്നവർക്കും കഴിഞ്ഞു പോകാൻ ആവശ്യമായ പണം കൂടെ ഇല്ല എങ്കിൽ ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് വിട്ടിട്ടാണെങ്കിലും, ആ സ്ഥാനമാനങ്ങൾ വിട്ടിട്ടാണെങ്കിലും പണം നേടുക തന്നെയാണ് ബുദ്ധി. അതല്ലാതെ സ്ഥാനമാനങ്ങളും മറ്റും ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടുന്ന അവസ്ഥ, പലയിടങ്ങളിലും കടവും ബാധ്യതകളുമായാണ് ജീവിക്കുന്നതെങ്കിൽ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും അതൊരു വിജയകരമായ ജീവിതമല്ല, ജീവിത വിജയമല്ല. ഒരു സ്ഥാനമാനങ്ങളും ഇല്ലെങ്കിലും അവനവനും അവനവന്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണം കൈവശമുണ്ടെങ്കിൽ, ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടുന്ന ആവശ്യകതയില്ലെങ്കിൽ, മറ്റു നാലുപേരെ സഹായിക്കാനുള്ള പണം കൂടെ കൈവശമുണ്ടെങ്കിൽ, അതില്ല എങ്കിൽ പോലും അവനവന് മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ടുന്ന ആവശ്യമില്ലാതെ, കൊടുക്കാനുള്ളവരുടെ കടം വാങ്ങിച്ചവരുടെ മുന്നിൽ കൊടുക്കാനുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു അപമാനിതനെ നിൽക്കേണ്ടുന്ന ആവശ്യകത ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് വിജയകരമായ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആദ്യം അങ്ങനെ പറഞ്ഞു, ഇനി അടുത്ത പ്രസ്താവന നിങ്ങൾ ചിന്തിക്കൂ. ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം തന്നെയാണ്. സാമ്പത്തിക വിജയമില്ലാതെ മറ്റെന്ത് തന്നെ നേടിയാലും അത് വിജയകരമായ ജീവിതം ആകുമോ? നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഈ ഒരു ചിന്ത വരുമ്പോഴാണ് ആ പണം നേടാനുള്ള മാർഗങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, ഉപബോധ മനസ്സിൽ ഇത് തന്നെയാവട്ടെ, അവിടെ തെളിയുക. പണത്തിനെ, ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ എപ്പോഴും പണത്തിനെ മുഖ്യ ലക്ഷ്യമായി കണ്ടെങ്കിൽ മാത്രമേ അവരിലേക്ക് പണം വരികയുള്ളൂ. അതല്ലാതെ മറ്റെന്തെല്ലാം സ്ഥാനമാനങ്ങളും ആള് കളിക്കലും ജാടകളും മേനികളും നാട്യങ്ങളുമാണ് ഉന്നമിടുന്നത് എന്നുണ്ടെങ്കിൽ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യതയാണ്. പരാജയം മീൻസ് മറ്റെല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടാവും, പക്ഷേ അവനവന്റെയും അവനവന്റെ ഉറ്റവരുടെയും കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടുന്ന അവസ്ഥ, കൈ നീട്ടിയതിനു ശേഷം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊക്കെ വരുന്നത് ആ ഒരു പണത്തിന് പ്രാധാന്യം, പണമാണ് മുഖ്യ ലക്ഷ്യം എന്ന് കരുതാത്ത ആളുകൾക്കാണ്. ലോകത്തെ സമ്പന്നരെ നോക്കൂ, 10% ആളുകൾ മാത്രം സമ്പന്നരാകുന്നു, 90% ആളുകളും സാമ്പത്തികം ഇല്ലാതെ ജീവിച്ച് മരിച്ചു പോകേണ്ടി വരുന്നു. ആ സമ്പന്നരാകുന്ന, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന 10% ആളുകളുടെയും മുഖ്യ ലക്ഷ്യം പണമാണ്. അതുകൊണ്ട് ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ പണം മുഖ്യ ലക്ഷ്യമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ അവരിലേക്ക് വരികയും അവർ അതിനുള്ള മാർഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഇനി സ്വയം ചിന്തിക്കുക, സ്വയം വഴികാട്ടിയാവുക, സ്വയം ദീപമാവുക, സ്വയം പ്രകാശിക്കുക, സ്വയം വഴിവിളക്കാവുക.